ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാർ സ്റ്റീരിയോയ്ക്ക് നമ്മളൊരു കേസ് ഉണ്ടാക്കിയ സമയത്ത് ഏകദേശം ആംപ്ലിഫയറിൻ്റെ അതേ രീതിയിലുള്ള ഒരു ലുക്ക് ബേസിൽ തന്നെയാണ് നമ്മൾ ഒരു കേസ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കൂളിംഗ് ഫാൻ പിടിപ്പിക്കണം എന്ന് ഏകദേശം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂളിംഗ് ഫാൻ പിടിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കൂളിംഗ് ഫാൻ പിടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐസിയും കാര്യങ്ങളൊക്കെ അടിച്ചു പോകുന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിതാ ഒരു കൂളിംഗ് ഫാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു കൂളിംഗ് ഫാനാണ്. അപ്പോൾ ഞാൻ ചെറുതെന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് രണ്ട് കടയിൽ കയറിയപ്പോൾ അവിടെ കിട്ടിയില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ചുകൂടി വലുതെടുത്തത്. അപ്പോൾ അതൊരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് വലിപ്പം കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ എയർ ഫ്ലോ എടുക്കുന്നതിൻ്റെ അളവും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത് കാരണമാണ് കുറച്ച് വലിപ്പമുള്ളത് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചത്. അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഈ ഭാഗം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഞാനിത് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ RC സോക്കറ്റും, അതായത് നമ്മുടെ RC കേബിൾ എടുക്കുന്ന ഈ സോക്കറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇതേ രീതിയിലുള്ള RC സോക്കറ്റിൻ്റെ രണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാക്കിൻ്റെ പാനൽ. അപ്പോൾ ഇത് ഫുൾ കവർ ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റീരിയോൻ്റെ പുറകിലുണ്ടാവുക. അപ്പോൾ ഈ ഭാഗം ഒരു ശകലം കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. കാരണം എന്നാലാണ് നമുക്ക് ആ ഫാന് കൃത്യമായിട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഫാൻ ഉണ്ടെങ്കിലാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് കൊള്ളുള്ളൂ. അപ്പോൾ അത് എയർ ഫ്ലോ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ സീൽഡായിട്ടാണ് അതിൻ്റെ ആ കേസ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വലിയ ഫാൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഹീറ്റ് കൃത്യമായിട്ട് നമുക്ക് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി വലിയ ഒരു ഫാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിവിടെ കട്ട് ചെയ്തതിന് ശേഷം ആ ഫാന് ഫിറ്റ് ചെയ്തിട്ട്, അതേപോലെ RC സോക്കറ്റിനുള്ള 2 ഹോളൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഭാഗം ചെറിയ രീതിയിലൊന്ന് കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാന് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ബാക്കി ബാലൻസ് നിൽക്കുന്ന ഭാഗമാണിത്. അത് ഞാനിതിൻ്റെ നമ്മുടെ സ്പീക്കർ സോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഞാൻ RC കേബിളിൻ്റെ RC സോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് 2 ഹോൾ ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് RC കേബിളിൻ്റെ സോക്കറ്റും ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കാം. അപ്പോൾ ഒരു സോക്കറ്റ് നമ്മൾ പിടിപ്പിച്ചു. അതിന് ശേഷം നമുക്ക് അടുത്ത സോക്കറ്റ് കൂടി പിടിപ്പിക്കാം. ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം ഇതിൽ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ വരും നെട്ട്. അപ്പോൾ ആ നെട്ടിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോഴത്തെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ RC കേബിളിൻ്റെ സോക്കറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളത് എക്സോസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഫാൻ വെച്ചിട്ടുള്ളത്. അതായത് ഉള്ളത്തെ ചൂടൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഫാന് പുറത്തുള്ള രീതിയിലാണ് നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതേ രീതിയിൽ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കത് 4 എണ്ണം ബോൾട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫിറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. RC സോക്കറ്റ് 2 സെറ്റായിട്ടുണ്ട്. ഇതിലേക്കുള്ള കണക്ഷൻസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു RC കേബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ നമ്മുടെ RC സോക്കറ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരെണ്ണം എടുത്താൽ തന്നെ 2 എണ്ണം നമുക്ക് അതിൻ്റെ 2 തലയിൽ കിട്ടും. അതിൽ RC സോക്കറ്റിൽ 2 പിന്നാണുള്ളത്. ഇപ്പോൾ 2 പിന്നിൽ ബ്ലാക്ക് എന്തായാലും നമ്മളെ നെഗറ്റീവ് ആയിരിക്കും, അപ്പോൾ മറ്റേത് പോസിറ്റീവായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് ജോയിൻ ചെയ്തിട്ട് വയ്ക്കാം. RC കേബിൾ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് 2 എണ്ണം. ഇനി അത് നമ്മളടുത്ത് സ്ലീവ് ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ സ്ലീവ് ഇടത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് ഇട്ടിരുന്നു, സ്ലീവ് കഴിഞ്ഞു നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ അത് ഇൻസുലേഷൻ അടിച്ചിട്ടാണ് വയ്ക്കുന്നത്. നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് വെക്കുന്നുണ്ട്, പോരാത്ത രീതിയിൽ.
ഇപ്പോൾ നമ്മൾ സ്പീക്കേഴ്സിൻ്റെ കണക്ഷനൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ഇടാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ കയ്യിൽ സ്ലീവ് ഇല്ല. സ്ലീവ് തീർന്നതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഇടുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കാരണം എന്തായാലും ടച്ച് ആകാൻ ചാൻസ് വളരെയധികം കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ RC സോക്കറ്റും നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലും നമുക്ക് സ്ലീവ് ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അത് വയറ് അങ്ങോട്ട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫ്ലക്സ് ക്വിക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് ഒരിക്കലും ടച്ച് ആവില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡിസ്റ്റൻസിൽ തന്നെ സംഭവം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ടച്ച് ആവാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ കണക്ഷനും അതേപോലെ തന്നെ പവർ സപ്ലൈക്കുള്ള കണക്ഷനും അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫാനിൻ്റെ കണക്ഷനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാനിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ആദ്യം പിരിച്ച് വയ്ക്കുകയാണ്. പിന്നെ അതിന് ശേഷമാണ് പവർ സപ്ലൈക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ എവിടെയും ടച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിതിൻ്റെ RC കേബിൾ ആദ്യം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നതിന് മുന്നേ RC കേബിൾ ആദ്യം നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടിത് നമ്മൾ RC കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കൂടുതലായിട്ട് അങ്ങോട്ട് താഴത്തേക്ക് അമർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്ക് പവർ സപ്ലൈ അതേപോലെ നമ്മുടെ ഈ സോക്കറ്റും കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറങ്ങുന്ന സമയത്ത് എവിടെയും ടച്ചും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പവർ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടല്ലേ, കൃത്യമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സപ്ലൈ ഓൺ ആക്കി നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ RC കേബിൾ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും കൂടി ഒന്ന് നമുക്ക് നോക്കണം. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ RC കേബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ RC കേബിളിലേക്ക് നേരെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകിലേക്ക് ഞാൻ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് പാട്ട് കേൾപ്പിച്ചിട്ട് നമുക്ക് RC കേബിൾ ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. അപ്പോൾ എല്ലാം വർക്കിംഗ് ആണോ എന്നില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനോടൊന്നിട്ടപ്പോൾ സൗണ്ട് കുറഞ്ഞു. നമ്മുടെ RC കേബിൾ ഒരു സമയത്ത് നമുക്ക് സൗണ്ട് കട്ടാവുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഈ ഒരു RC കേബിളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരെണ്ണമായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിലത്തെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് കേബിളും നമ്മൾ ചെക്ക് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നോയ്സ് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയറിൽ ഉണ്ടാകുന്ന ചെറിയൊരു നോയ്സാണ്. അല്ലാതെ അത് നമ്മുടെ RC കേബിൾ കണക്ട് ചെയ്തതിൻ്റെ കുഴപ്പമില്ല. അത് കാരണം നമ്മൾ RC കേബിൾ ഫുള്ളായിട്ട് അഴിച്ചിടുമ്പോൾ നമുക്ക് നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ RC കേബിളിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ സംഭവം ചെയ്തിട്ട് ഫുള്ളാക്കിയിട്ട് സക്സസ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.